അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ആ ഫിർദൗസിന്റെ അവകാശികളുടെ ദുആ അല്ലാഹു ഖുർആനിൽ തന്നെ പറയുകയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ച് കാണാൻ പോകുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോ പേടിച്ചു ഓടുകയാണ്. കാരണം പേടിയാണ്. ആ തിരമാലയുടെ ഉള്ളിൽ വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ലടോ. അതുകൊണ്ട് നമ്മൾ പേടിച്ചു മാറുന്നവരാണ്. എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? കടലിന്റെ ഉള്ളിലേക്ക് പോകണം സഹോദരാ. പോകും തോറും വല്ലാത്ത ആഴമാണ്. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യൻ വീണുപോയാൽ, ഈ വയലുകൾ കാമെന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് നടുകടലിൽ കൊണ്ടുപോയിട്ട് ഞാനെങ്ങാനും വെള്ളത്തിലേക്കിട്ടാ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? എത്ര നീന്തലറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ വഴിയില്ല പെങ്ങളെ. ആ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരന് ആ മീനെങ്ങാനും വിഴുങ്ങിയ സുബ്ഹാനല്ലാഹ് പറപെങ്ങളെ രക്ഷപ്പെടുമോ? തിമംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്? മീനിന്റെ വയറ്റിലാണ്, കടലിന്റെ അടിയിലാണ്. സാധാരണ മീനല്ല, ഏറ്റവും വലിയ തിമംഗലമാണ്. എന്നാ നിങ്ങൾ ഖുർആൻ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മോനെ, KGF-ന്റെ കഥയല്ലടാ, എമ്പുരാന്റെ കഥയല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി കടലിന്റെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ മുങ്ങുമ്പോ തിമംഗലമെന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. പറമോനെ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പറ ചെറുപ്പക്കാരാ, പറപെങ്ങള്. കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ രക്ഷപ്പെടുത്താൻ ആർക്കാ മക്കളെ കഴിയുക? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അറിയാം എന്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് യൂനുസ് നബിക്കറിയാ. ആ ഏതെല്ലാം വാതിലടഞ്ഞാലും ഒരു വാതിൽ റബ്ബ് തുറക്കുമെന്ന് യൂനുസിനറിയാ. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാ. വനദാ ഫിൽലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കടന്നാ വിളിച്ചതെന്നറിയുമോ? കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കടലിലെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് വിളിക്കുന്നു. വനാദാ ഫിൽലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ചെറുപ്പക്കാരാ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ യൂനുസ് നബിയെ ആ മീൻ
തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ വാപ്പാ ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഉമ്മമാരെ, നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താ അല്ലാഹ് വെറും കയ്യോടെ മടക്കൂല. ഇങ്ങനെ ദുആ ചെയ്താ എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന് പറയുന്ന വിശ്വാസമുണ്ടല്ലോ.